റമദാനി ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വിശപ്പും ദാഹവും ക്ഷീണവും ഏറ്റുന്ന ഒരു ഷേക്കാണ് ഇത് കേട്ടോ. ഏത് അസുഖക്കാർക്കും ഇത് കഴിക്കാം. നോമ്പൊക്കെ ഇരിക്കുന്നവർക്ക് ഇതിലൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. ക്ഷീണവും മാറും, വിശപ്പും മാറും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കറുത്ത പഴമാണ് കേട്ടോ. ഏത്തപ്പഴം പഴുത്തു പോയത് വേണം എടുക്കാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി വ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കറുത്ത് പഴുത്തുപോയ ഏത്തപ്പഴമാണ്. 2 വലുത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വട്ടത്തിൽ അരിഞ്ഞൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ചേരുവയായ അവലാണ് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കണം. 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കണ്ട. ചൂടായ പാനിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഒരു കര ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഒന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അവല് പോലെ തന്നെ കിട്ടിയാലേ ഉള്ളൂ. എന്നാൽ നല്ല ക്രിസ്പിയുമായിരിക്കണം. എന്നാൽ മാത്രമേ ഈ സ്മൂത്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ അവലൊക്കെ കൂടുതലുള്ളവരിങ്ങനെ വറുത്ത് വെക്കുവാണെങ്കിൽ കണ്ടെയ്നറിൽ ആറിയതിന് ശേഷം ഇട്ട് വെച്ചാൽ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ തന്നെ കുറേ കാലം ഇരുന്നോളും. അവലിപ്പം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പാകമായെന്നറിയാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്തിട്ടൊന്ന് പൊടിച്ച് നോക്കിയാൽ മതിയേ. നല്ല ചൂടുണ്ട്. ആ പൊടിക്കുമ്പോഴത്തേക്ക് നല്ല പൊടിഞ്ഞു വരുവാണെങ്കിൽ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അവൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. കുറച്ചിരുന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയില്ലേ, നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതൊന്ന് വഴട്ടിയെടുക്കണം. ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ഏത്തക്കയും വഴട്ടിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത്തപ്പഴം നമ്മൾ വഴട്ടുമ്പോഴത്തേക്ക് നെയ്യ് തന്നെ വഴട്ടിയെടുക്കണേ. പിന്നെ കുറച്ച് മധുരവും കൂടി ചേർക്കണം. ഇനി ഒന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാവേ. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ അതിൻ്റെ അടുത്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയായത്. നമ്മൾ ഫാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്നവർക്ക്, ഒത്തിരി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും ഒക്കെ ഇത് മാത്രം കഴിച്ചാൽ മതി. നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. അതുപോലെ ക്ഷീണവും മാറും, ദാഹവും മാറും കേട്ടോ. ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ മധുരത്തിന് വേണ്ടി. ഏത്തപ്പഴം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യ് കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഒരു കുറച്ച് നേരം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് തണുത്ത് കുടിക്കുന്നതായിരുന്നു നല്ലത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. പഴം അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണം നമുക്ക് ആദ്യത്തെ ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലില്ലേ, അതിൽ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കുന്നത് പഴമാണ്. നമ്മുടെ നാടൻ പഴം ഏതെങ്കിലും എടുത്തേച്ചാൽ മതി. പാളയം കൂടെ എടുക്കരുത്. ബാക്കി ഏത് പഴം വേണമെങ്കിലും എടുക്കാം, പുളിയില്ലാത്തത്. പിന്നെ ആവശ്യത്തിന് പാല്. ഇത് തിളപ്പിച്ച ആറിച്ച പാലാണ് കേട്ടോ. ഈ പാലും ചേർത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കണം. പഞ്ചസാര മധുരം വേണ്ട എന്തുവരെയാണെന്ന് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ വെള്ളം ശകലം കൂടുതലിരിക്കണം, ലൂസായിട്ടിരിക്കണം കേട്ടോ, അല്ലെ അവൽ പെട്ടെന്ന് കട്ടിയായി പോവും. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വഴട്ടിയ ഏത്തപ്പഴം ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ കൂട്ടില്ലേ, അതൊഴിച്ച് കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വെച്ചിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ വെള്ള മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വറുത്ത് വെച്ച അവലിൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്തു. ഇനി നമ്മൾ ക്യാഷ്യൂ ഒക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കസ്കസ് ഇല്ലേ, ബ്ലാക്ക്, ആ കസ്കസ് അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നട്ട്സൊക്കെ അധികം ചേർത്താലോ ഒന്നുകൂടി കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയും. ഇനി ഞാൻ അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചെറി വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിലെ. എല്ലാം കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ പുറത്തേക്കും കുറച്ച് കസ്കസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടപ്പെടുകയല്ലേ. ഐസ്ക്രീം വാനില ചേർക്കുന്നത് കേട്ടോ. ഐസ്ക്രീം ഇട്ടതിന് ശേഷവും ഞാൻ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ. അപ്പം റമദാൻ മാസത്തെ കുറേ റെസിപ്പികൾ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണേ.
ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.